പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Deva
സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നൃത്തരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ്വരാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് പകരം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. എന്റെ സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന 33-ാം അധ്യായം 12 മുതൽ 17 വാക്യങ്ങൾ. മോശെ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തിൽ നയിക്കുക എന്ന് അങ്ങയോട് അറിയുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുമെന്ന് അവളോട് പറയുന്നു. അങ്ങ് എൻ്റെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതി പിടിക്കുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ എവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നെങ്കിൽ അങ്ങെങ്കിലും അങ്ങയുടെ ഈ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും. അങ്ങ് ഞങ്ങളോട് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമിയിലുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ദൈവമായ കർത്താവിനെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യമാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനിവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായും ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സർവ്വത്തിലെയും നാഥാനെയും സഹോദരനെ സഹോദരസ്ത്രീക കൊറിന്തോസിലെ സഭയ്ക്ക് വേണ്ടി രണ്ടാം ലേഖനം അധ്യായം 1 തിരുവചനങ്ങൾ 3 മുതൽ 7 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്താൽ ഓരോ തരത്തിലുള്ള ബന്ധം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടെ ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമർത്ഥമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമർത്ഥമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ കുറച്ച് പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഘോഷിച്ചു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതിനാൽ ഇപ്രകാരമായിരുന്നു നിരത്തിലുള്ള സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രൻ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എന്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. തമ്പുരാനെ ആശ്രയിക്കുക. ഈശോയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബങ്ങളെ,
അംഗൻവാടിയിൽ പോകുമ്പോൾ എയർപോർട്ട് ജംഗ്ഷന് ശേഷം അത്താണി എന്ന ഒരു കവലയുണ്ട്. ആ കവലയെ കുറിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. പഴയ കാലത്ത് കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ടായിരുന്ന ഒരു ഇടമാണ് ഈ അത്താണി. അത്താണി ഒരു പാതയുണ്ടായിരുന്നു. കറ്റ ചുമന്നുകൊണ്ട് വരുമ്പോൾ നെല്ലിന്റെ കെട്ട് ചുമന്നുകൊണ്ട് വരുമ്പോൾ ആ കച്ച അവിടെ ഒരു പാറയിൽ അവർ വച്ച് കുറച്ചു നേരം വിശ്രമിക്കും. അതുകൊണ്ടാണ് ആ ജംഗ്ഷന് അത്താണി ജംഗ്ഷൻ എന്ന ഒരു പേര് ലഭിച്ചത്. ഏതാനും നാളുകൾക്ക് മുമ്പ് വാർത്തയിൽ ഇടം പിടിക്കുവാനുള്ള കാരണം ആ പേരിന് പ്രാമുഖ്യം നൽകി അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. കർഷകൻ ആ പാറയുടെ പുറത്ത് കറ്റ കൈ വെച്ചിട്ട് വിശ്രമിക്കുന്നു. അത്താണി ആശ്രയം. ഇത് സുവിശേഷം തമ്പുരാനെ ആശ്രയിക്കുവാനായിട്ട് നമ്മെ ബോധിപ്പിക്കുകയാണ്. സുവിശേഷത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. ദൈവിക രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്ന തമ്പുരാൻ. തമ്പുരാനെ ദൈവിക ബന്ധ ബോധ്യങ്ങൾ. 3, തമ്പുരാനെ ആശ്രയിക്കുക, തമ്പുരാനിൽ നിന്ന് പഠിക്കുക. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവിക രഹസ്യത്തിന് നന്ദി പറയുന്ന തമ്പുരാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗരാജ്യം നേടണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരണമെങ്കിൽ, ശിശുക്കളെ പോലെ ആയിത്തീരണമെന്ന്, ശിശുത്വം സ്വന്തമാക്കണമെന്ന് എന്തൊക്കെയാണ് ശിശുത്വത്തിൽ ഒളിഞ്ഞിരിക്കുക? ക്ഷണിക്കുന്ന സ്നേഹം. അപ്പച്ചനോ അമ്മച്ചിയോ തല്ലിയാൽ അല്പസമയം കഴിഞ്ഞ് അതെല്ലാം മറന്ന്, തല്ലിയെന്ന് പോലും മറന്ന് ആ അമ്മച്ചിയുടെ ചാരെ അപ്പച്ചൻ ചാരെ ഓടിയെത്തുന്നതാണ് ഒരു ശിശു. അവരെല്ലാം മറക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശ്രയത്വം. അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് ശാഠ്യപ്പിടിക്കുന്ന, ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി ശാഠ്യപ്പിടിക്കുന്ന, ആശ്രയിക്കുന്നവരാണ് കുഞ്ഞുമക്കൾ. സ്നേഹം എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിക്കുവാനും സ്നേഹം വാങ്ങിക്കുവാനും മിടുക്ക് കാണിക്കുന്നവരാണ് ശിശുക്കൾ. നിഷ്കളങ്കത. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതൊന്നും കളങ്കമില്ല. നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ശിശുക്കൾ. വിശ്വാസം. ഈശോ കൊടുക്കുവാനായിട്ട് പറഞ്ഞ്, തമ്പുരാനെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുകയാണ്. ഈ ഗുണങ്ങളെല്ലാം നൽകിയത് ശിശുക്കൾക്കാണ്. അത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ദൈവിക ചൈതന്യത്തിലേക്ക്, ശിശുക്കളുടെ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് ദൈവിക ബന്ധ ബോധ്യം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ദൈവപുത്രനാണ് എന്ന ബോധ്യം. അവരെ പിതാവേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ചും അവന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈശോ പറയുകയാണ്, സർവവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പിതാവും ഒന്നാണ് എന്ന്, പിതാവ് പുത്രനെ അറിയുന്നു എന്ന്, പുത്രൻ പിതാവിനെ അറിയുന്നു എന്ന്, പുത്രനിലൂടെ അല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല
വ്യക്തമായ ബോധ്യമുള്ള മകൻ. ദൈവിക സ്നേഹത്തിന്റെ ആഴവും പരപ്പുമെല്ലാം വ്യക്തമായി പഠിപ്പിച്ചത് ഈശോയാണ്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിച്ചത് ഈശോയാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ രോഷാകുലനായ ദൈവമാണ് എങ്കിൽ, ഭീതിപ്പെടുത്തുന്ന ദൈവമാണ് എങ്കിൽ, അകലങ്ങളിൽ നിൽക്കുന്ന ദൈവമാണ് എങ്കിൽ, ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കാരുണ്യം, ആ ദൈവത്തിന്റെ കരുതൽ, ഇതെല്ലാം പഠിപ്പിച്ചത് ഈശോയാണ്. പിതാവിനെ അറിയുന്ന പുത്രനാണ്. മൂന്നാമതായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് തമ്പുരാനിൽ നിന്ന് പഠിക്കുക എന്ന്, അല്ലെങ്കിൽ തമ്പുരാനിൽ ആശ്രയിക്കുക എന്ന്. അധ്വാനിക്കുന്നവരും പരമഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, കുരിശുകളുണ്ടാകും. ആ കുരിശുകളെല്ലാം എന്റെ തമ്പുരാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ എന്റെ ദൈവം എനിക്ക് ആവശ്യമായതെല്ലാം നൽകുമെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരിൽ നിന്ന് പഠിക്കുക, അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട്, അവർ കാരുണ്യം കാണിച്ചതുപോലെ കാരുണ്യം കാണിക്കുവാനായിട്ട്, അവനെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചതുപോലെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുവാനായിട്ട്, അവർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ എല്ലാം നമുക്കും പഠിക്കുവാനായിട്ട് സാധിക്കണം. തമ്പുരാനെ ആശ്രയിക്കുക. നമുക്ക് ആവശ്യമായതെല്ലാം തമ്പുരാൻ നൽകും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടും ധൈര്യത്തോടുകൂടിയും ജീവിതകാലം ചെയ്യുവാൻ സമാധാനം ശക്തരാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വങ്ങളുടെ വീട്ടിൽപ്പെട്ട മത്സരിച്ചവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത നിശ്ചയായി വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണമായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നീ കേൾക്കുവാൻ ഞാൻ യോഗ്യരാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരസഭകളുടെയും തലവനായ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവന്മാരായ ബിഷപ്പ് മാറാവലിയും ഞങ്ങളുടെ മല്ലാമാരെയും ആദ്യം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ നിന്റെ കൃപയാൽ എല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
സുരരുടെ പ്രേഷിതരേ ഏകദ
സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ക്രിസ്ത്യാനി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൽ സ്വർഗവാസികളെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Hosanna, Hosanna.
അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി ഭക്ഷിക്കുക. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭവമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങൾ പൊറുക്കേണമേ.
അറിയുന്നു ഞാൻ പാവങ്ങൾ കാണുന്നു ഞാൻ മുൻപേ അറിയുന്നു ഞാൻ പാവങ്ങൾ കാണുന്നു ഞാൻ മുൻപേ നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു തിരുമുൻപിൽ പാപം ചെയ്തു ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവോജിതവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ലക്ഷ്യത്തിന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ഭാഗത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സ്ഥലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. യോജിപ്പോടുമായി കിട്ടുന്നതുപോലെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നാണ് വിശ്വാസത്തോടുകൂടി അവരോട് അപേക്ഷിക്കാം. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും കൂട്ടം പിരിഞ്ഞാരോ തേടി വരും കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും കൂട്ടം പിരിഞ്ഞാരോ തേടി വരും തേടി വന്നീതിയോ തോളിലേറ്റും തോളിലെടുത്തവനും നൽകും തേടി വന്നീതിയോ തോളിലേറ്റും തോളിലെടുത്തവനും നൽകും ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്പാവമേ കനിവിന്റെ കൂദാശമേ ദിവ്യകാരുണ്യമേ സ്നേഹമേ കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കഴിഞ്ഞ സ്വതരാഴ്ച 1272 രൂപ എൻ്റെ കുർബാന 6074 രൂപ സെമിനറി സ്കൂൾ യൂണിറ്റ് മാസവരി 2500 രൂപ മദർ തെരേസ യൂണിറ്റ് 5200 രൂപ മാതൃസംഘം വിൻസെൻ്റ് പോൾ ഹയർസമർപ്പം 1900 രൂപ 5ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 1490 രൂപ ഇനി കുർബാനയ്ക്ക് ശേഷം ഫാമിലി യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കും 12ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും സെന്റ് ജോസഫ് കോളേജ് യൂണിറ്റ് ഇന്ന് 4 മണിക്ക് പൗലോസ് ചാക്കോ പൂജപുതുശ്ശേരിയിലെ വസതിയിൽ വെച്ചും സെന്റ് മേരീസ് കോളേജ് യൂണിറ്റ് 5 മണിക്ക് ജിബി ജോസ് കുരിശുലിന്റെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ് നമ്മുടെ ഇടപെടൽ സ്വർണ്ണ കുരിശ് തിരിച്ചു കൊണ്ടുവന്ന ജോലി ദൈവപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ പരിശുദ്ധവും ജീവനായക ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ദിവ്യാത്മാവിൻ ധാരൻ
എന്നെ